എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് കഞ്ഞിവെള്ളത്തിന്റെ ഒരു പാക്കാണ്. തലേദിവസം തന്നെ എടുത്തു വെച്ചിട്ട് കഞ്ഞിവെള്ളം ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ പറയാം, നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് നമ്മുടെ തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഞാൻ തലേദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കഞ്ഞിവെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഓരോരുത്തരുടെയും മുടിയുടെ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം നല്ല തിക്കുള്ള ഒരു തൈര് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന തൈര് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിലുണ്ടാക്കിയ തൈരില്ല, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ പാക്ക്. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ കഞ്ഞിവെള്ളം ഞാനിവിടെ കുക്കറിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളമാണ്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ വേണം, അതും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കഞ്ഞിവെള്ളം കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു തൈരും കൂടിയും ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പാക്ക് കുറച്ചൊരു അത്യാവശ്യം നമുക്ക് ഭയങ്കര ലൂസ് അല്ലാതെ കുറച്ചൊരു തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അത്രയും തിക്കല്ല, ഈ ഒരു കൺസിസ്റ്റൻസി ഇട്ടാ, അത്രയും തിക്കല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പൊ പുളിപ്പുള്ള തൈര് എടുക്കാണ് ഏറ്റവും നല്ല കേട്ടോ. അപ്പൊ പുളിച്ച തൈര്, അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം, ഇതൊക്കെയാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും. അപ്പൊ അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡെയിലി റൂട്ടീൻ പോലെ തന്നെ ചെയ്യണം, മസാജ് ചെയ്യാം. അത് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുടി നന്നായിട്ടൊന്ന് ചിക്കോർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ചൊരു ഡ്രൈ ആയിട്ടുണ്ട് ഹെയർ. നന്നായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഹെയർ വാഷ് ചെയ്തിരുന്നു. നന്നായിട്ടും നമ്മുടെ ഷാമ്പൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് അത്യാവശ്യം നല്ല ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം ഞാൻ തൈര് തന്നെ ഈ ഒരു ദിവസം ഇടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊരു ഡാൻഡ്രഫ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് ഇനി വരാതെ ഇരിക്കാൻ വേണ്ടി, ഡാൻഡ്രഫ് ഏകദേശം മാറി തുടങ്ങി. അപ്പൊ അതും ഏകദേശം വരാതിരിക്കാൻ തൈര് ബെസ്റ്റ് ആണ്. അപ്പൊ നന്നായിട്ടും ഒന്ന് ചിക്കോർത്തിട്ട് ഞാൻ ഒരു ചീപ്പ് വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യാം. നന്നായിട്ട് ചിക്കോർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴെ വരെ നന്നായിട്ടും ചീക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെടകളൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഈ ഭാഗത്തൊക്കെ ചെടകളുണ്ട്. അപ്പൊ കൈ വെച്ചിട്ട് ഒന്നുകൂടി ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടും ചീപ്പ് വെച്ചിട്ട് ഈരി കൊടുക്കുക കേട്ടോ. അപ്പൊ വിടവുള്ള ചീർപ്പാണെങ്കിൽ അത് വെച്ചിട്ട് ചീക്കിയാലാണ് ഏറ്റവും നല്ലത്. അപ്പൊ അധികം എന്റെ മുടിയിൽ അധികം ഈ ഒരു കെട്ട് പിടിക്കാത്ത ഒരു ടൈപ്പ് മുടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിടവില്ലാത്ത ചീപ്പ് വെച്ചിട്ട് ചീക്കുന്നത്. നിങ്ങളുടെ മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ ചെടകളൊക്കെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വിടവുള്ള ചീപ്പ് വെച്ചിട്ട് ആക്കിയിട്ട് അതിനുശേഷം ഈ ഒരു ചീപ്പ് വെച്ചിട്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ മസാജ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഭൃംഗരാജിന്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വേറൊരു ഓയിൽ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീട്ടില് ഉണ്ടായിരുന്നില്ല ഓയില്. അപ്പൊ അതാണ് യൂസ് ചെയ്തത് കേട്ടോ വീട്ടിലിരുന്നപ്പോ. ഇപ്പൊ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യാറ്. ഇത് കഴിയാറായി, ഇനി വേറെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ടുണ്ടെന്ന് നന്നായിട്ട്. അപ്പൊ ആദ്യം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ മുടി ചിലപ്പോ പൊട്ടിപ്പോവും. അപ്പൊ നന്നായിട്ട് ഒന്ന് ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. എപ്പോഴും സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. തുമ്പത്തായാലും നന്നായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇപ്പൊ സോഫ്റ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ മസാജിങ് തുടങ്ങാം കേട്ടോ. അപ്പൊ എപ്പോഴും ഹോട്ട് ഓയിൽ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഞാൻ ഹോട്ട് ഓയിൽ എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഹോട്ട് ഓയിൽ ചെയ്യാം. അതിന് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു പാർട്ടീഷൻ എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഏത് പാർട്ടീഷൻ ആയാലും നേരെ ഒരു പാർട്ടീഷൻ എടുക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിരിക്കും കുറച്ചും കൂടി ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് തൊട്ട് പരത്തല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ പരത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മുടി ഏകദേശം ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പാർട്ടീഷൻ ആയിട്ട് ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഇതിലും ചെയ്യാം. നമുക്ക് പാർട്ടീഷൻ എടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ പാർട്ടീഷൻ എടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലാണ് നന്നായിട്ട് തട്ടേണ്ടത് കേട്ടോ. അല്ലാതെ മുടിയിൽ നമുക്ക് കൂടുതലായിട്ട് എണ്ണ ആയിട്ട് കാര്യമില്ല. സ്കാൽപ്പിൽ നന്നായിട്ടും എണ്ണയാണ്. അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ
ഇപ്പുറത്തെ ഭാഗത്തോട്ട് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ചും കൂടി എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ എടുക്കാം, നന്നായിട്ടും എണ്ണ തേച്ച് കൊടുക്കാം. വീണ്ടും പാർട്ടീഷൻ എടുക്കാം, നന്നായിട്ടും എണ്ണ തേച്ച് കൊടുക്കാം. അപ്പൊ രണ്ട് സൈഡിലും നമ്മുടെ അപ്പർ പോർഷനിൽ മൊത്തം നന്നായിട്ടും എണ്ണ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടും മസാജ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ലോവർ പോർഷനിൽ തേക്കണമെങ്കിൽ നമുക്ക് ഒന്നിലേക്ക് മുടി മുന്നിലോട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മുന്നിലോട്ട് രണ്ട് സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെയായാലും തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുന്നിലോട്ട് ഇങ്ങനെ മുടി ഇട്ടിട്ട് അങ്ങനെയായാലും തേച്ച് കൊടുക്കാം. ഏതൊരു രീതിയിൽ വേണമെങ്കിലും തേച്ച് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ സാധാരണ ഇങ്ങനെ ബാക്കിലോട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മുന്നിലിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു മിഡിൽ പാർട്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയായാലും ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും ഒരു സൈഡിൽ നന്നായിട്ടും ഓയിൽ ഇട്ട് കൊടുക്കാം. ഒരാൾ ഓയിൽ തേച്ച് തരാനുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിരുന്നു. വീട്ടിലാവുമ്പോൾ എനിക്ക് അമ്മ തന്നെയാണ് ഓയിൽ തേച്ച് തരിക. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഓരോ പാർട്ടീഷനായിട്ട് എടുക്കാം. എണ്ണ തേച്ച് കൊടുക്കാം, വീണ്ടും പാർട്ടീഷൻ എടുക്കാം. കയ്യിൽ എണ്ണ ഉണ്ട് കേട്ടോ, അതാണ്. അപ്പൊ വീണ്ടും എണ്ണ തേച്ച് കൊടുക്കാം. ഏകദേശം നമ്മുടെ എല്ലായിടത്തും എണ്ണ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാജിങ് തുടങ്ങാം. അപ്പൊ നന്നായിട്ടും ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ടും സർക്കുലർ ആയിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മുടി ഒഴിച്ചിലുണ്ടെങ്കിലും മുടി ഒഴിച്ചിൽ മാറും. പിന്നെ നമ്മൾ നല്ല നല്ല പാക്കുകൾ, നമുക്ക് സൂട്ട് ആവുന്ന പാക്കുകളാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ പലർക്കും പല ടൈപ്പാണ്. എന്ന് വെച്ചാൽ ഈ ഒരു തൈര് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ ചിലർക്ക് പെട്ടെന്ന് നീരിളക്കം പിടിക്കും. അങ്ങനെ ഈ ഒരു തൈര് ഭയങ്കര തണുപ്പായതുകൊണ്ട് അങ്ങനെ ചിലർക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ മുടിക്ക് ഏതാണ് ഏറ്റവും നല്ല പാക്കുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ആ ഒരു പാക്കുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ എന്റെ മുടിക്കൊക്കെ എല്ലാ പാക്കും സ്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓരോ പാക്ക് ട്രൈ ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് എല്ലാ പാക്കുകളും ഓൾമോസ്റ്റ് സൂട്ടബിൾ ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ നിങ്ങളായാലും ഇങ്ങനെ ഓരോ പാക്കുകൾ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ മുടി ഒഴിച്ചിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പാക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അത്രയും നല്ലൊരു പാക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ഫേവറേറ്റ് പാക്ക് ഏതാണ് അത് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല കേട്ടോ. ഏതൊരു പാക്കായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് അത്രയും വലിയ ഒരു ഒറ്റ യൂസിൽ നമ്മുടെ എല്ലാ മുടിയൊന്നും കൊഴിഞ്ഞു പോവില്ല. നമുക്ക് നമ്മുടെ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മൾ ഈ ഇടാത്ത പാക്കുകളായിരിക്കും നമുക്ക് ചിലപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഓരോ പാക്കുകൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മുടെ പാക്കുകൾ ഏതാണ് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആവുന്ന പാക്ക് ഏതാണ്. നമുക്ക് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് അറിയാൻ പറ്റുക. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാല് ഉലുവ, കഞ്ഞിവെള്ളം, കരിഞ്ജീരകം, എള്ള്, ആ ഒരു പാക്കൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. മെയിനായിട്ട് ഉലുവ ആണ് മെയിൻ ഫേവറേറ്റ്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ മുടി നന്നായിട്ടും തിക്കായിട്ട് തോന്നാൻ പറ്റുന്ന ഒരു പാക്കാണ് നമ്മുടെ മൈലാഞ്ചിയുടെ പാക്ക്. മൈലാഞ്ചിയുടെ ഇല വീട്ടിലുണ്ട്, നാട്ടിലെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോൾ മൈലാഞ്ചിയുടെ ഇല ഇടാറുണ്ട്. അപ്പൊ അതായാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ നമുക്ക് ഇരട്ടിയായിട്ട് ഇങ്ങനെ ഡബിൾ ആയിട്ട് തോന്നും. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാക്കാണ് മൈലാഞ്ചിയുടെ ഒരു പാക്ക്. അപ്പൊ നമ്മളെ പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല, ഡയറക്റ്റ് ആയിട്ട് ആ മൈലാഞ്ചിയുടെ ഇല അരച്ച് അങ്ങനെ തേക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയി കാണും. നന്നായിട്ടും മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുടി ഒന്നും കൂടി വേണമെങ്കിൽ ചിക്കോത്ത് കൊടുക്കാം കേട്ടോ. അതാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ പാക്ക് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എപ്പോഴും നന്നായിട്ട് ഒന്നും കൂടി ചിക്കോത്ത് കൊടുക്കാം. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് മസാജ് ചെയ്യുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന്. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മുടി കൊഴിയും, അത് അത്ര കാര്യമാക്കണ്ട. അത്രയും കൂടുതലല്ല. ഇപ്പൊ എനിക്ക് കണ്ടോ ഇത്രയും മുടി കൊഴിഞ്ഞിട്ടുണ്ട് മസാജ് ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇത്രയും മുടി കൊഴിയാറില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു 2-3 ദിവസമായി കുളിച്ചിട്ട്, തല കുളിച്ചിട്ട് പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും മുടി കൊഴിയേണ്ട മുടി തന്നെയാണ്. നമുക്ക് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ മുടി കൊഴിഞ്ഞു പോവാട്ടോ. അപ്പൊ അതത്ര വലിയ കാര്യമാക്കാനുള്ള സംഭവം ഒന്നല്ല. അത്രയും മുടി നമുക്ക് ഡെയിലി ഒരു 70 മുടിക്ക് കൊഴിയുന്നാണ് പറയാം.
അപ്പൊ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, ഇത്രയും മുടി കൊഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുടി കൊഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ മുടി കൊഴിയില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. എന്ന് വെച്ചാൽ ചിലര് മസാജ് ചെയ്യുമ്പോൾ മുടി കൊഴിയണമെന്ന് വെച്ചിട്ട് മസാജ് ചെയ്യില്ല, എന്നിട്ട് ചിലപ്പോൾ ബാത്റൂമിൽ വാഷ് ചെയ്ത് പോകുമ്പോൾ പക്ഷെ അങ്ങനെ തന്നെ മുടി ഊരിപ്പോവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. മസാജിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഓയിലും നല്ല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ നല്ല നല്ല പാക്കുകളും അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്താൽ നമ്മുടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ പാക്ക് ഇനി വേഗം വേഗം നമുക്ക് സ്കാൽപ്പില്, അതുപോലെ തന്നെ കുറച്ചൊരു ലിക്വിഡാണ്, അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം സൂക്ഷിച്ച് തന്നെ അപ്ലൈ ചെയ്യട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോയിട്ട് അപ്ലൈ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിന്റെ പാക്കുകളൊക്കെ എപ്പോഴും ബാത്റൂമിലൊക്കെ പോയി ഇരുന്ന് പതുക്കെ തേക്കായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. എന്താ വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ പാക്കുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഒലിച്ചിറങ്ങും. അപ്പൊ ഞാൻ വേഗം കുറച്ച് തേച്ചിട്ട് ഇനി ബാത്റൂമിൽ കൊണ്ടുപോയിട്ടാണ് തേക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ആദ്യം തന്നെ തേക്കുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിന്റെ പാക്കാകുമ്പോൾ ഏതൊരു പാക്ക് നിങ്ങൾ ഇട്ടോളൂ, നിങ്ങളുടെ മുടി ലെങ്ത് വെക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ പറയാം കഞ്ഞിവെള്ളത്തിന്റെ പാക്ക് തന്നെയാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ പല കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് കറിവേപ്പില, ആര്യവേപ്പിന്റെ ഇല, അതുപോലെ തന്നെ തുളസി, അങ്ങനെ എന്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് യൂസ് ചെയ്യാം. പേരയുടെ ഇല, അങ്ങനെ പല തരത്തിലും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മുടി പെട്ടെന്ന് ലെങ്ത് വെക്കേണ്ട കാര്യമാണെങ്കിൽ. അതുപോലെ തന്നെ മുടി സോഫ്റ്റ് ആവാനും നമുക്ക് ഈ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഇനി ബാത്റൂമിൽ പോയിട്ടാണ് മൊത്തം അപ്ലൈ ചെയ്തിരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തലേന്ന് ഇങ്ങനെ ഒളിച്ചിറങ്ങും ഡ്രസ്സിലൊക്കെ ആവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്